ജോസ് 10-30 എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ 21 ദിവസത്തെ ചികിത്സയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് മൂത്രം പോകാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു, നടക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ മൂത്രം എപ്പോഴും ട്യൂബ് ഇട്ടെടുക്കുകയായിരുന്നു. 10-12 ഗുളിക കഴിച്ചിട്ടാണ് ഇരുന്നായിരുന്നത്. പക്ഷെ ഇവിടെ വന്നു 21 ദിവസത്തെ ചികിത്സ കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് അത്യാവശ്യം നടക്കാനും അതുപോലെ തന്നെ യൂറിനൊക്കെ തന്നെ പോകാനും എല്ലാ മരുന്നുകളും നിർത്തി. എനിക്ക് 2011 ജനുവരിയിൽ ഒരു വൈറൽ പനിയോടുകൂടി പെട്ടെന്ന് ഒരു ദിവസം കാല് രണ്ടും തളർന്നു പോയി, കാലിൽ നിൽക്കാൻ വയ്യെന്നായി. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നട്ടലിനെ പൊതിഞ്ഞ മൈലൻ ഷീത്ത് എന്ന് പറയുന്ന ആ കവറിങ്ങിന് ഡാമേജ് വന്നതാണ്. വൈറസിൻ്റെ ബാധ അറ്റാക്ക് മൂലമെന്നാണ് പറഞ്ഞത്. കുറച്ചു കാലം കഴിഞ്ഞ്, അതായത് 2011 നവംബറിൽ സ്കാൻ ചെയ്ത് നോക്കിയപ്പം യൂറിൻ ബ്ലാഡറിൽ യൂറിൻ കെട്ടി നിൽക്കുന്നതായിട്ട് കണ്ടു. ആ ഡിസംബർ മാസത്തിലും എനിക്കൊരു പനി വന്നു. ജനുവരിയിൽ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അന്ന് പനിക്കുള്ള ചികിത്സയൊക്കെ ചെയ്തു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആഴ്ചയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ എനിക്ക് വീട്ടിൽ ചെന്നിട്ടും ഭേദപ്പെട്ട് എനിക്ക് നടക്കാൻ പറ്റിയില്ല. പിന്നെ 2011 നവംബറിൽ തൊട്ട് ഈ മൂത്രം ട്യൂബിട്ട് തന്നെ എടുത്തു കളയുന്ന രീതിയായിരുന്നു. ആ അവസ്ഥയിലാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് 2-3 ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റായി. ഇപ്പോൾ കുറേ ദിവസം എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വന്ന അവസരത്തിൽ എൻ്റെ കാലയിൽ നീരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നീരൊക്കെ മാറിയിട്ടുണ്ട്. മൂത്രം പോകുന്നതിന് ഇപ്പോൾ കുറച്ചൊക്കെ മൂത്രം തടഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും മൂത്രം പോകുന്നുണ്ട്. ട്യൂബിട്ടെടുത്ത് കളയുന്ന രീതി ഞാൻ 2 ആഴ്ചയായിട്ട് നിർത്തിയിരിക്കുകയാണ്. നടക്കാനായിട്ട് കുറച്ചൊക്കെ സാധിക്കുന്നുണ്ട്. ആദ്യത്തേതുപോലെ ആയിട്ടില്ലെങ്കിലും നേരത്തെ ഇവിടെ വരുന്നതിനേക്കാൾ കൂടുതലായിട്ട് നടക്കാൻ സാധിച്ചിട്ടുണ്ട്.